ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സാറാസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. ബീഫ് ഷാമി കബാബിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷുമാണ്. നിങ്ങളെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുക്കറിലേക്ക് 1 കിലോ ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഒട്ടും എല്ലില്ലാത്ത ബീഫ് നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളമില്ലാതെ ഊറ്റിയെടുത്ത് അതിൻ്റെ പീസസാണ് നമ്മൾ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോയ്ക്ക് കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു തുടം വെളുത്തുള്ളി, അത്യാവശ്യം വലിപ്പമുള്ള ഒരു തുടം വെളുത്തുള്ളി, ഒരു 10-20 ഉണക്കമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഈ റെസിപ്പിയിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇനി ഒരു 200 ഗ്രാം കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. ഈ കടലപ്പരിപ്പ് എന്ന് പറയുന്നത് 1/2 കിലോയ്ക്ക് ഒരു 100 ഗ്രാം എന്നുള്ളൊരു കണക്കാണ്. ഇപ്പോൾ 1 കിലോ ആയതുകൊണ്ട് ഒരു 200 ഗ്രാം കടലപ്പരിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മളിതിനെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം നമുക്ക് ആവശ്യമില്ല, അരച്ചെടുക്കാനായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളം ചേർത്തിട്ടില്ലെങ്കിലും. അപ്പം നമുക്കിതിനെ ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലെങ്കിലും ബീഫിൽ നിന്നും ഇറങ്ങുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഒരു മയത്തിൽ നമുക്കതിനെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പരിപ്പിൻ്റെയും ബീഫിൻ്റെയും ആ ഒരു പ്രപ്പോർഷൻ കറക്റ്റായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പാകത്തിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പരുവം ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു പരുവത്തിൽ നമുക്ക് കിട്ടും. നന്നായിട്ട് നമ്മളിതിനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ആ ഒരു ഷേപ്പിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്ത് ഒന്നൊന്നായിട്ട് നമുക്കിതിൻ്റെ പാറ്റീസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കാഴ്ചയ്ക്ക് ഒരു ബീഫ് കട്ട്ലറ്റ് പോലെ തോന്നുന്നുണ്ടെങ്കിലും അതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു റെസിപ്പിയാണ്. ഓരോ ഫുഡും ഓരോ കൾച്ചറാണല്ലോ. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അധികമായിട്ട് ഉണ്ടാക്കാറുള്ള ഒരു റെസിപ്പിയാണ്. നമ്മളെ കേരളത്തിൽ ഈ ഒരു റെസിപ്പി അങ്ങനെയൊന്നും അധികം ആരും ട്രൈ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വലിയ പെരുന്നാളിൻ്റെ ബീഫിൻ്റെ സ്റ്റോക്കൊക്കെ ഇപ്പോഴും കയ്യിലുള്ളവർക്ക് ഈസി ആയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം. അല്ലാതെ ഉള്ളവരും എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇത്രയും കുറവ് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ബീഫിൻ്റെ ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അതിന് ഇത്രയും രുചി ഉണ്ടാവുമോ എന്ന് നിങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പം നമ്മളിതുപോലെ ബാക്കിയുള്ള നമ്മളുടെ മിക്സും നമ്മൾ ഓരോ പാറ്റീസായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കി വരുന്ന ഈ മിക്സ് ഒരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രീസറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്ത് ഇതുപോലെ പാറ്റീസ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ല പാറ്റീസ് ചെയ്ത് എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കബാബ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന തരത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരു ആവശ്യത്തിന് ഇത്രയും നമ്മൾ ഒഴിക്കുന്ന ആ ഒരു പാകത്തിന് നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. ഈ ഒരു പാകത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അധികമായിട്ട് ഇങ്ങനെ അടുപ്പിച്ചിട്ടാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പരിപ്പിൻ്റെ അളവ് കുറഞ്ഞു പോയാലും നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ പറഞ്ഞിരിക്കുന്ന അളവിൽ കൃത്യമായിട്ട് എടുത്ത് അതുപോലെ തന്നെ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാനായിട്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 വശവും ഒരുപോലെ മൊരിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു വശം മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് മൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കബാബ് ഒരുപാട് തരത്തിലുള്ള കബാബ്സ് ഉണ്ട്. നമ്മൾ ഷീഖ് കബാബിൻ്റെ റെസിപ്പി വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസോ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെയും റെസിപ്പി നിങ്ങൾ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ഉറപ്പായിട്ടും പറയുക. ഞാനത് നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ കബാബ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓരോന്നായിട്ട് പൊടിയാതെ ശ്രദ്ധയോടെ എടുത്ത് നമുക്കിതിനെ മാറ്റിയെടുക്കാം.
എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു എക്സസ് ഓയിലൊന്നും മാറ്റി കഴിഞ്ഞതിന് ശേഷം വേറൊരു സെർവിങ് ബൗളിലേക്ക് ഇതിനെ മാറ്റാം. സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, വളരെ ചെറിയൊരു വീഡിയോയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതിനെ ഒന്ന് മുറിച്ച് നോക്കാം. അതിൻ്റെ പുറമേക്ക് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.